സോളാർ സ്ട്രീറ്റ് ലൈറ്റ് പലപ്പോഴും വെളുപ്പിന് 2-3 മണിയാകുമ്പോൾ ഓഫായി പോകുന്നു. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അതിൻ്റെ ബാറ്ററിയുടെ ബാക്കപ്പ് കണക്ക് കൂട്ടുന്നതിൽ പെശക് പറ്റുന്നതുകൊണ്ടാണ്. എങ്ങനെയാണ് പലപ്പോഴും കൂട്ടുന്നത്? ഒരു 150 ബാറ്ററി എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്റ്റോറേജ് കണക്കാക്കുന്നത് പലരും വോൾട്ടേജ് ഇൻറ്റു കറണ്ട് 150 ഇൻറ്റു 12 വോൾട്ട് എന്ന് പറയുന്നത് 1800 വാട്ട്സ്. അതിന് യൂണിറ്റ് ആക്കണമെങ്കിൽ 1000 കൊണ്ട് ഹരിക്കും. അതായത് 1.8 യൂണിറ്റ് സ്റ്റോറേജ് എന്നാണ് പലപ്പോഴും ചിന്തിക്കുന്നത്. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? ഒരു ലെഡ് ആസിഡ് ബാറ്ററിക്ക് 80% എഫിഷ്യൻസിയേ ഉള്ളൂ. അപ്പോൾ നമുക്കതിൻ്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത് 1800 വാട്ട്സിൻ്റെ 80% എന്ന് പറയുന്നത് 1440 വാട്ട്സ്. അതിന് റൗണ്ട് ചെയ്യുമ്പോൾ 1500 വാട്ട്സ്. അതായത് യൂണിറ്റ് ആക്കുമ്പോൾ 1.5 യൂണിറ്റ്. ഇതാണ് അതിൻ്റെ സ്റ്റോറേജ് എന്നാണ് സാധാരണഗതിയിൽ ചിന്തിക്കുന്നത്. നമുക്കത് കിട്ടുകയും ചെയ്യും. പക്ഷേ അതിലുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു ബാറ്ററിയുടെ ഡെപ്ത് ഓഫ് ഡിസ്ചാർജ്, അതായത് ബാറ്ററിയിൽ നിന്ന് എടുക്കാവുന്നത് 55% മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ. അതായത് 1800 വാട്ട്സിൻ്റെ 55% എന്ന് പറയുന്നത് 1000 വാട്ട്സ്, അതായത് 1 യൂണിറ്റാണ് അതിൽ നിന്നും എടുക്കാൻ കഴിയുന്നത്. അപ്പോൾ 150 ബാറ്ററിയുടെ സ്റ്റോറേജ് എന്ന് പറയുന്നത് 1 യൂണിറ്റാണ്. 1.5 യൂണിറ്റ് എടുക്കാം. അങ്ങനെ 1.5 യൂണിറ്റ് എടുത്താൽ ആ ബാറ്ററി ഒരു 3 മുതൽ 6 വർഷത്തിനുള്ളിൽ അത് കംപ്ലൈൻ്റ് ആകും. എന്നാൽ നമ്മളിപ്പോൾ 1 യൂണിറ്റാണ് എടുക്കുന്നതെങ്കിൽ അതിനൊരു 6 മുതൽ 9 വർഷം വരെ ലൈഫ് കിട്ടും. എന്നാൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ബാറ്ററി എന്ന് പറയുന്നത് സീട്ടൺ ബാറ്ററിയാണ്. അതായത് 10 മണിക്കൂർ കൊണ്ട് 150 ഡിസ്ചാർജ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതായത് 1 മണിക്കൂർ 15 ആംപിയർ. അതായത് 15 × 12 180 വാട്ട്സ് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുമ്പോഴാണ് നമുക്ക് ശരാശരി സ്റ്റോറേജ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ 1 യൂണിറ്റ് കിട്ടുക. അതുപോലെ തന്നെ 6 മുതൽ 9 വർഷം വരെ ലൈഫ് കിട്ടുക. നമ്മൾ 1.5 യൂണിറ്റ് അതിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യണേ സംഭവിക്കുന്നതെന്നാണ് ഒരു 3 വർഷത്തിനും ഒരു 5 വർഷത്തിനും ഇടയ്ക്ക് ആ ബാറ്ററി കംപ്ലൈൻ്റ് ആകും. ഇനി നമ്മൾ ഈ ബാറ്ററിയിൽ നിന്ന് കൂടുതൽ ഡിസ്ചാർജ് ചെയ്താൽ, ഉദാഹരണത്തിന് ഒരു 500 വാട്ട്സ് ഡിസ്ചാർജ് ചെയ്യുവാണെങ്കിൽ ഉടനെ എന്ത് സംഭവിക്കും? അതിൻ്റെ സ്റ്റോറേജ് ശരാശരി 60% കുറയും. അതായത് 1 യൂണിറ്റ് സ്റ്റോറേജ് കാണുള്ളൂ. അതുമാത്രമല്ല, ഇതിൻ്റെ ലൈഫ് ഉടനെ എന്ത് സംഭവിക്കും? കമ്പനി പറഞ്ഞ 150 പകരം 500 വാട്ട്സ് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഒരു 3 വർഷത്തിനും 5 വർഷത്തിനും ഇടയ്ക്കായിട്ട് അത് ചുരുങ്ങും. അപ്പോൾ നമുക്ക് എന്ത് കാര്യം മനസ്സിലാക്കാം? ഡിസ്ചാർജ് കൂടിയാൽ സ്റ്റോറേജ് കുറയും, അതുപോലെ തന്നെ ലൈഫും കുറയും. സോളാറിൽ പലർക്കും പറ്റുന്ന തെറ്റുകളെന്ന് പറഞ്ഞാൽ പല ഓഫ് ഗ്രിഡ് സിസ്റ്റവും 6 മണിക്കൂർ കൊണ്ട് ഡിസ്ചാർജ് ചെയ്യുന്ന രീതിയിലാണ് പലരും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് പകരമായിട്ട് 24 മണിക്കൂർ കൊണ്ട് ആ ബാറ്ററി യൂസ് ചെയ്യുന്ന രീതിയിൽ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ സ്റ്റോറേജ് കൂടും, അതുപോലെ തന്നെ ലൈഫും നമുക്ക് കൂടുതലായി കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ലഭിക്കുന്നത് സോളാർ ടെക് ട്രെയിനിങ് അക്കാദമിയിൽ നിന്നാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സോളാറിൻ്റെ പരിശീലനം കൊടുക്കുന്നു, അതുപോലെ കൺസൾട്ടൻസിയും പ്രദാനം ചെയ്യുന്നു. ഇത്രയും സമയം ഈ വീഡിയോ ശ്രദ്ധിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു.